തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35 കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സാങ്കേതിക വിദഗ്ധരുടെ നേതൃത്വത്തിൽ തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വിഫലമായതോടെ വിമാനം എന്ന് പറക്കാനാകുമെന്നത് കൃത്യതയില്ല. അതിനിടയിൽ വ്യോമസേനയുടെ കാർഗോ വിമാനത്തിൽ യുദ്ധവിമാനം കൊണ്ടുപോകാനുള്ള നീക്കവും സജീവമാണ്. സാങ്കേതിക വിദഗ്ധരുടെ കൂടുതൽ സംഘം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി പരിശോധനകൾ നടത്തിയെങ്കിലും തകരാറ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതോടെ തുടർച്ചയായ 6ാം ദിനത്തിലും ബ്രിട്ടീഷ് യുദ്ധവിമാനം പറത്താൻ കഴിയാത്ത സ്ഥിതിയായി. ആദ്യം കപ്പലിലുള്ള സാങ്കേതിക വിദഗ്ധരും തുടർന്ന് കൂടുതൽ സംഘവും F-35 അറ്റകുറ്റപ്പണികൾക്കായി പരിശ്രമിച്ചു. എന്നാൽ വിമാനത്തിന്റെ തകരാർ എന്താണെന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ സ്ഥിതിയിൽ അധിക ദിവസം തുടരാൻ സാധിക്കില്ല. അതിനാൽ യുദ്ധവിമാനം ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ബ്രിട്ടീഷ് വ്യോമസേനയുടെ കാർഗോ വിമാനത്തിൽ F-35 കൊണ്ടുപോകാനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. അതിനായുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള നീക്കങ്ങളാണ് നിലവിൽ നടക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയോടെയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്രിട്ടീഷ് യുദ്ധവിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. സംയുക്ത സൈനികാഭ്യാസത്തിനെത്തിയ നാവികസേനാ വിമാനത്തിന് പറക്കുന്നതിനിടയിൽ മോശം കാലാവസ്ഥ മൂലം കപ്പലിൽ തിരിച്ചിറങ്ങാനായില്ല. തുടർന്ന് ആകാശത്ത് വട്ടമിട്ട് പറന്ന് ഇന്ധനം കാലിയാക്കിയ ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിന് ശ്രമിച്ചു. ഇന്ധനം കാലിയാക്കി ലാൻഡിംഗ് ചെയ്തതിലുള്ള അപാകതയാകാം എഞ്ചിൻ തകരാർ സംഭവിക്കാൻ കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ജനം, തിരുവനന്തപുരം.